സത്യം പറഞ്ഞാൽ കളിയും ചിരിയും തമാശയായിട്ടുള്ള ഒരു നോർമൽ എപ്പിസോഡായിരുന്നു. നല്ലൊരു എപ്പിസോഡായിരുന്നു. അടിയും ബഹളവും വഴക്കൊന്നും ഇല്ലാത്തൊരു എപ്പിസോഡായിരുന്നു. ഇന്നലെ അതായിരുന്നു, ഇന്നും അതാണ് എപ്പിസോഡ്. അപ്പം ഇന്ന് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇന്നലെ വന്നത് ഒരു ഞെട്ടിക്കുന്ന പ്രമോ ആയിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, ഒരു ഞെട്ടിക്കുന്ന പ്രമോ ആയിരുന്നു ഇന്നലെ വന്നത്. ആ ഒരു പ്രമോയില് ആ ഒരു പ്രമോ കണ്ടവർക്ക് അറിയാം. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് തമിഴ് സീസൺ 9 കണ്ടവർ, സത്യം പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിന്റെ പ്രമോ എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്ന പ്രമോ ആയിരുന്നു. അത് ഈ ബി തമിഴ് കണ്ടവർക്ക്, അതായത് സീസൺ 8 കണ്ടവർക്ക് അറിയാം ആ പ്രമോയുടെ ഇമ്പാക്ട് എത്ര മാത്രമാണെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ, സീസൺ 8 ബിഗ് ബോസ് തമിഴ് സീസൺ 8 അവർക്ക് കൊടുത്ത പണപ്പെട്ടി ടാസ്ക് ആയിരുന്നു അത്. അതായത് ആ ഒരു ഫിനാലെ വീക്കിൽ ഉണ്ടായിരുന്ന പണപ്പെട്ടി ടാസ്ക് ആയിരുന്നു. ആൻഡ് അന്ന് ടോപ്പ് 2 എല്ലാവരും നിർത്തിയിരുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു അതിൽ എവിക്റ്റ് ആയി പോയത്. അതായത് ആ ഒരു ജാക്ലിൻ ആയിരുന്നു എവിക്റ്റ് ആയി പോയത്. സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു എവിക്ഷൻ ആയിരുന്നു. ആ ഒരു തലേ ദിവസം, അതായത് ഈ ഫിനാലയുടെ തലേ ദിവസം നടന്ന ഒരു ഞെട്ടിക്കുന്ന എവിക്ഷൻ ആയിരുന്നു ജാക്ലിൻ ചെയ്ത്. ഞെട്ടിക്കുന്ന എവിക്ഷൻ ആയിരുന്നെങ്കിൽ ജെഫ്രിയും സത്യയും കൂടെ കിടന്ന് ചിരിച്ചത് കാണിക്കാം. സത്യം ഈ ഒരു ടാസ്ക് തരല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കരുത് ബിഗ് ബോസ്, ട്രഷർ പോലത്തെ ഇങ്ങനത്തെ ടാസ്ക് കൊടുക്കരുത് ബിഗ് ബോസ് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, ഈ ടാസ്ക് കൊള്ളാം. ഒരു ആൾക്കാർക്ക് ഒരു സത്യം പറഞ്ഞ ലൈവ് ഇരുന്ന് കണ്ടവർക്കറിയാം, ലൈവ് ഇരുന്ന് കണ്ടവർ ശ്വാസം പിടിച്ചിരുന്നാണ് കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് ആകാംക്ഷയോടെയാണ് ലൈവ് കണ്ടത്. ഇവര് തിരിച്ചു വരുമോ, ഇവര് തിരിച്ചു വരാതിരിക്കുമോ, ആരെങ്കിലും എവിക്റ്റ് ആയി പോകുമോ, എത്ര രൂപ ഇവര് കളക്ട് ചെയ്യും എന്ന് അത്രത്തോളം ഒരു ആകാംക്ഷയോടെ കണ്ട ഒരു ലൈവായിരുന്നു ഇന്ന്. എപ്പിസോഡും അതുപോലെ തന്നെ അതിന് ഇമ്പാക്ട് ആ ഒരു ഫീല് എപ്പിസോഡിൽ ഇല്ലായിരുന്നെങ്കിലും നമുക്ക് ആ ലൈവ് കണ്ടവർക്ക് അറിയായിരുന്നു. ആൻഡ് എനിവേ ഇത് നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു റൗണ്ടും കൂടെ നടത്തായിരുന്നു. ഇതിലാകെ 3 പേർക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആണെന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം ആദ്യം തന്നെ ആ ഒരു ടാസ്കിനെ പറ്റി പറയാം. ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് തമിഴ് സീസൺ 8 കൊണ്ടുവന്ന ഒരു ടാസ്ക് ആയിരുന്നു. ബിഗ് ബോസ് തമിഴ് കണ്ടവർക്ക് അറിയാം, കാരണം ഫിനാലെ വീക്കിൽ നടന്ന പണപ്പെട്ടി ടാസ്ക് ആയിരുന്നു. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ടാസ്കിലൂടെ, അതായത് ഇവർക്ക് പണം കിട്ടും, വീട്ടിൽ തുടരുകയും ചെയ്യാം, ഫിനാലെ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷെ ഒരാളെ എവിക്റ്റ് ആവും. ഒരാൾ എങ്ങനെ എവിക്റ്റ് ആവും എന്ന് വെച്ചാൽ, ആ ഒരാള് പണപ്പെട്ടിയുമായിട്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ വീടിന്റെ അകത്തേക്ക് കയറിയില്ലെങ്കിൽ എവിക്ഷൻ നടക്കും, അയാള് എവിക്റ്റഡ് ആവും. പിന്നെ ആ പണവും കിട്ടില്ല. മാത്രമല്ല, ഈ പണം കിട്ടണമെങ്കിൽ വീടിന്റെ അകത്തേക്ക് കയറിയാൽ മാത്രമേ പണം കിട്ടുള്ളൂ. ആ പണവും കിട്ടില്ല, അവർ വീട്ടിൽ നിന്നും എവിക്റ്റ് ആവും. ഇതാണ് ടാസ്ക്. അത് സീസൺ 8 തമിഴ് സീസൺ 8 ജാക്ലിൻ ഇതിന്റെ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തില് ജാക്ലിൻ എവിക്റ്റ് ആയി പോവേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. കാരണം ജാക്ലിന്റെ എവിക്ഷൻ നമ്മളൊക്കെ വിചാരിച്ച് കണ്ടവർക്കറിയാം. എവിക്ഷൻ നമ്മളിങ്ങനെ കരയാനൊക്കെ ഇരുന്നപ്പോഴേക്കും സത്യയും ജെഫ്രിയും കൂടെ ഇരുന്ന് നമ്മളെ കൊണ്ട് ചിരിപ്പിച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അതൊക്കെ ആ സമയത്ത് ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലായിട്ടുള്ള റീൽസ് ഒക്കെ ആയിരുന്നു. കാരണം അത്ര വലിയ കണ്ടന്റ് ആയിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു. ഈ സത്യയും ജെഫ്രിയും കൂടെ ചിരി അടക്കി പിടിച്ച് നിൽക്കുന്നതും ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ സെയിം ടാസ്ക്, പക്ഷെ ചെറിയൊരു വ്യത്യാസം. പക്ഷെ ബിഗ് ബോസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളത്തിലെ ടാസ്ക് എല്ലാം തമിഴിലോട്ടും പോകുന്നു, തമിഴിലെ ടാസ്ക് എല്ലാം മലയാളത്തിലോട്ടും വരുന്നു. തമിഴിൽ ഇപ്പൊ ഇവിടെ 7ന്റെ പണി ടാസ്ക് കിടക്കുമ്പോ അവിടുത്തെ എന്തെങ്കിലും ടാസ്ക് ഇവിടെ വരണ്ടേ? ആ ടാസ്ക് ആണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് തമിഴ് സീസൺ 8 ഒരു പണപ്പെട്ടി തുറന്ന് വച്ചിരിക്കുകയായിരുന്നു. കുറെ ദൂരം ഇത്ര സെക്കൻഡ് അങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇത് തൊട്ടടുത്ത് തന്നെ ഒരു കാറിനകത്ത് ഓരോ സ്ഥലത്തായിട്ട് പണം ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് മാക്സിമം കളക്ട് ചെയ്യണം. 3 പേർക്ക് പോവാം, അങ്ങനെയായിരുന്നു ടാസ്ക്. സീസൺ 8 ഒരാൾക്ക് പോവാം, 2 പേർക്ക് പോവാം, 3 പേർക്ക് പോവാം, അങ്ങനത്തെ ടാസ്ക് ആയിരുന്നു. പക്ഷെ ഇവിടെ സെയിം അതുപോലത്തെ ഇതായിരുന്നെങ്കിൽ പണപ്പെട്ടിയല്ല, ബട്ട് പൈസ 20,000ന്റെ കെട്ടായിട്ടായിരുന്നു പൈസ വെച്ചിരുന്നത്. അങ്ങനെ അത് കളക്ട് ചെയ്ത് മാക്സിമം 4 ലക്ഷം രൂപയുണ്ടെന്ന് അത് കളക്ട് ചെയ്ത് വരണമായിരുന്നു ഈ ഒരു മലയാളത്തിലെ ടാസ്ക് നടന്നത്. അപ്പം ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു എന്ന് തന്നെ പറയണം. കാരണം എന്താന്ന് വെച്ചാൽ, ഇവര് 3 പേരും ആദിലയും അക്ബറും മനു നന്നായിട്ട് കളിച്ചു. അവര്
ഒന്നും അവർ പരസ്പരം പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇന്നത് നോക്കാം, ഇവിടെ നോക്കാം, അവിടെ എങ്ങനെ ചെയ്യാം, മാക്സിമം ടൈം എണ്ണാം, ഇതൊക്കെ അവർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് നിന്ന് നന്നായിട്ട് കളിച്ചു ഇവര് ടാസ്ക്. ഈ ഒരു മണി ബാങ്ക് ടാസ്കിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവര് 3 പേര് അക്ബർ, ആദില, അനിമോള് ഇവര് നന്നായിട്ട് തന്നെയാണ് ഗെയിം കളിച്ചത്. ആ ടാസ്ക് ഇവര് നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. പരസ്പരം നല്ല കോർഡിനേഷനോട് കൂടിയിട്ട് അവർ ഇന്നത് എടുക്കണം, ഇടത്തുനിന്ന് എടുക്കണം എന്നൊക്കെ പരസ്പരം നല്ല അനുയോജ്യമായിട്ട് ആലോചിച്ച് നന്നായിട്ടാണ് അവരെ ടാസ്ക് ചെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്തത് അനിമോളാണ്. 1,40,000 രൂപ വരെ അനിമോൾ കളക്ട് ചെയ്തിരുന്നു. ആദില 20,000 രൂപ കളക്ട് ചെയ്തു. അക്ബർ 60,000 രൂപ കളക്ട് ചെയ്തു. അവർ മാക്സിമം അവർ എമൗണ്ട് ഇങ്ങനെ കളക്ട് ചെയ്തു. അനിമോളാണ് ഏറ്റവും നന്നായിട്ട് എമൗണ്ട് കളക്ട് ചെയ്തത്. അനിമോള് ഫ്രണ്ടില്ല. അത് മാത്രമല്ല, ഒരുപാട് അടുത്ത് ആ കാറിന്റെ ബോണറ്റിനെ അവിടെ നോക്കായിരുന്നു, പിന്നെ എല്ലാ സ്ഥലത്തും നോക്കായിരുന്നു. മാക്സിമം അവർ നോക്കി കളക്ട് ചെയ്ത് ഇത്ര എമൗണ്ട് അവർക്ക് കിട്ടി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 1 മിനിറ്റ് ആയിരുന്നു സമയം. അപ്പം ഇവര് 3 പേരും കൂടെ ഈ ടാസ്ക് വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ഇവര് ടാസ്ക് ചെയ്തു. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇതിൽ അനിമോളാണെങ്കിൽ 1,40,000 രൂപ വരെ അനിമോള് കളക്ട് ചെയ്തു. അനിമോൾക്കാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് ഈ ഒരു ടാസ്കിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം എന്നിട്ട് എന്തോന്നാണ് നന്നായിട്ട് തന്നെയാണ് ഇവര് ടാസ്ക് ചെയ്തത്. അപ്പം ഇതൊരു നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഈ പക്ഷെ ഒരു സെക്ഷനും കൂടെ നടത്തായിരുന്നു, കാരണം ബാക്കി ഇത്രയും പേരില്ലേ. അത് മാത്രമല്ല, സധൈര്യം മുന്നോട്ട് വന്ന 3 പേരാണ് ഇവര് 3 പേര്, അക്ബറും ആദിലയും അനിമോളും. അപ്പം ഇതായിരുന്നു മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു സംഭവം, ഈ ഒരു ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ നടന്നത് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും ബട്ട് ഓൾവേസ് നല്ല ഫണ്ണായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നടന്നത്. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. മോർണിംഗ് സോങ്ങിന് ശേഷം അനിമോൾ ആണെങ്കിൽ പോയിട്ട് സൂര്യ നമസ്കാരം ചെയ്യുകയാണ്. സൂര്യനെ തൊഴുതിട്ട് അവിടെ ഊഞ്ഞാലി വന്നിരിക്കും. അനീഷ് പറയുന്നു, എന്തിനാ അനിമോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവിടെ കളിച്ച് ചിരിച്ച് നടന്ന ഒരാളല്ലേ അനിമോള്, എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത്? അപ്പൊ അനിമോള് പറയുന്നുണ്ട്, എനിക്ക് ഇവരോട് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോ വലിയ പ്രശ്നമൊന്നും ഇല്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അനിമോളും അനീഷും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നു. അപ്പം ഈ സമയത്ത് കിച്ചണില് അനിമോൾ എന്ത് ചെയ്യണം, സഹായിച്ചു കൊടുക്കുകയാണ്. അതായത് പൊട്ടറ്റോ അരിഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്ത് അനീഷും ഉണ്ട്, നൂറയാണെങ്കിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ അനീഷ് തുടങ്ങി വെച്ചാണ്. അപ്പൊ അനീഷ്, എന്താണ് നൂറ അനുവിനോട് മിണ്ടാത്തത്, എന്താണ് അനു നൂറയോട് മിണ്ടാത്തത് എന്നും പറഞ്ഞ് അനീഷ് തുടങ്ങി വെച്ച് ഇവര് പരസ്പരം വെർബൽ ഫൈറ്റ് ആയി. അതായത് അനിമോള് പറഞ്ഞു, ഞാൻ PR-ന്റെ ബലത്തിൽ നിൽക്കുന്നതല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടന്റ് പോണ്ടേ കട്ട് ചെയ്തിടാൻ വേണ്ടി. ചിലപ്പോ നൂറ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഫിനാലെ വരെ നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം PR ഫിനാലെയും ഇതൊക്കെ ഫെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട്. ഫൺ എലമെന്റ് ആയിട്ട്. അപ്പൊ അനീഷ്, അയ്യോ മതി, നിർത്ത് എന്ന് പറഞ്ഞ അനീഷ് അവിടെ എങ്ങനെ നിർത്തിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം നമ്മളെ ടാസ്ക് നടക്കുന്നത്. ടാസ്കിൽ ബിഗ് ബോസ് ട്വിസ്റ്റ് ചെയ്യാണ്. ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അവിടെ ഈ ടാസ്ക് നടക്കുകയാണ്. ഈ ടാസ്ക് നാളെയും തുടരുമോ എന്നറിയില്ല, കാരണം നാളെ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടത്. ഇനിയിപ്പോ ജയിലും ഇല്ല, ക്യാപ്റ്റൻസി ടാസ്ക് ഒന്നുമില്ല. അപ്പം ഈ ടാസ്കിന് നാളെയും കണ്ടിന്യൂ ചെയ്യുന്ന തോന്നുന്നു. ഉണ്ടെങ്കിൽ കൊള്ളാം. ഞാൻ പ്രൊമോ കണ്ടിട്ട് പറയാം. അപ്പം ഇപ്പൊ ഈ ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഇവരെ വിളിച്ച് വിശദീകരിക്കുന്നുണ്ട്. സധൈര്യം മുന്നോട്ട് അനിമോളും ആദിലയും അക്ബറും വരുന്നുണ്ട്. എല്ലാവരും പരസ്പരം പ്ലാൻ ചെയ്യുന്നു. ഈ സമയത്ത് അനിമോൾ ഒന്ന് നോക്കി, അനിമോൾ കറക്റ്റ്ലി എല്ലായിടത്തും നിന്നിട്ട് നല്ല കോർഡിനേഷൻ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, എല്ലാ കാര്യങ്ങളും അക്ബർ പറയുന്നതും എല്ലാവരും കേട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ കൗണ്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, എല്ലാം അനിമോളും അക്ബറും ആദിലും എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരിത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്, ബിഗ് ബോസ് കടക് തുറക്കുകയാണ്. കടക് തുറന്നിട്ട് ബസ്സറടിക്കുന്നു. തൊട്ടടുത്ത് തന്നെയാണ് കാറ് നിന്നത്. മലയാളം തമിഴ് സീസണിലാണെങ്കിൽ അവിടെ വേറെ ഇവിടെ ദൂരത്തോടൊക്കെ ഉണ്ടാണ് ഈ പെട്ടി കൊണ്ട് വെച്ചത്. ഇപ്പം ഈ കാറാണെങ്കിൽ ഗേറ്റ് തുറന്ന് തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഒരു 5 മീറ്ററിന് അപ്പുറത്ത് തന്നെയാണ് കാറ് കൊണ്ട് വെച്ചിരുന്നത്. കാറില് ബിഗ് ബാങ് ടാസ്ക് എന്ന് പറഞ്ഞ് വച്ചിട്ടുണ്ട്. അപ്പം അവിടെ കാറിനകത്ത് ഓരോ സ്ഥലം, അനിമോൾ ഫ്രണ്ടിലും ആദില ബാക്കിലും അക്ബർ ഡിക്കിയിലും നോക്കുന്നു. ഡിക്കിയിൽ അക്ബറിന് കുറെ ഒന്നും കിട്ടുന്നില്ല, ആദിലേക്കും കിട്ടുന്നില്ല. അനിമോൾ മാക്സിമം ഇവിടെ നിന്ന് എല്ലായിടത്തും മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് എൻഡ് ചെയ്യാൻ 18 സെക്കൻഡ് ഉള്ളപ്പം ഇവര് 3 പേരും അകത്തേക്ക് കയറണം. ഈ സമയത്ത് ഡോർ ഇങ്ങനെ പതുക്കെ അടഞ്ഞ് വരികയാണ്. ആൻഡ് അതിനുശേഷം അനിമോക്ക് കിട്ടിയ എമൗണ്ട്
1,40,000. അതായത് 7 കെട്ടോ എന്താണ് അനുമോക്ക് കിട്ടിയത്. ഇപ്പൊ 20 × 7 1,40,000. 2 4 14 അല്ല 7 2 14 അങ്ങനെ 1,40,000. അക്ബറിന് 60,000 രൂപയും ആദിലയ്ക്ക് 20,000 രൂപയാണ് കിട്ടുന്നത്. അക്ബറിന് 3 കെട്ടും ആദിലയ്ക്ക് 1 കെട്ടുമാണ് കിട്ടുന്നത്. ഇതിന് ശേഷം ഈ അനീഷും ഷാനവാസ് തമ്മിലുള്ള ടോക്കാണ്, എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട, എനിക്കൊരു 10-200 ദിവസം കൂടെ ഇവിടെ നിൽക്കണം എന്ന് നമ്മൾ അനീഷ് പറയുന്നുണ്ട്. ഷാനവാസ് ഇതിനെ കളിയാക്കുന്നുണ്ട്, അക്ബറിനെ അടുത്തൊക്കെ എന്ന് പറയുന്നുണ്ട്. ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം അനീഷും ഷാനവാസും കൂടെ ഇരുന്നിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ, ഇപ്പൊ അനുമോള് കിടക്കുന്നതിനൊക്കെ ഒരു ഫണ്ണായിട്ട് അവരങ്ങനെ ഷാനവാസ് അവതരിപ്പിക്കുമ്പോൾ അനീഷ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവര് തമ്മിലുള്ള ടോക്ക് നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അവിടെ നിന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ ഓരോരുത്തർ ഈ നെവിനാണെങ്കിൽ ഇങ്ങനെ ഈ എത്ര ലക്ഷം കിട്ടും എന്നുള്ള എമൗണ്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. അനിമോളാണെങ്കിൽ ഇങ്ങനെ 1,44,000 പോയിട്ട് കിളി പോയിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് അക്ബർ ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സോറി. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലൊരു ഫണ്ണായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് ഈ സമയത്ത് ബാക്കിയുള്ള എമൗണ്ട് കാണിക്കുന്നത് ഇനി വെറും വിന്നറിന് കിട്ടുന്നത് 43,05,210 രൂപ മാത്രമേ വിന്നറിന് ലഭിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം മുത്തുക്കുമരന് ഇതേ ടൈം തമിഴില് മുത്തുക്കുമരന് 42 ലക്ഷത്തി സംതിങ് ആണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അതേ ഒരു എമൗണ്ടിലേക്ക് കൊണ്ടെത്തിക്കാനായിരിക്കും ബിഗ് ബോസ് ഇതിൽ നോക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം ഇതിന് ശേഷം ആദിലയും നൂറും തമ്മിലുള്ള ടോക്കാണ്. എനിക്ക് അവളോട് അങ്ങോട്ട് പോയി മിണ്ടാൻ താല്പര്യമില്ല. എനിക്ക് അനുവിനോട് അങ്ങോട്ടും മിണ്ടായിരുന്നു താല്പര്യമില്ല. ഇവിടെ അനുമോള് ചെറുതായിട്ട് ഇവരോട്ട് അടുക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൽ നമുക്ക് എപ്പിസോഡിൽ കാണാം. ആൻഡ് അനു അവിടെ ഇതിനുശേഷം കാണുന്നത് അനുമോള് കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് വെസലിലല്ല, അനുമോൾ അവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഷാനവാസ് അക്ബറും കൂടെ നെട്ടലോടെ നിന്ന് ചോദ്യം ചെയ്യുന്നത്. അപ്പൊ കിച്ചണിൽ വർക്ക് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് മിണ്ടാതിരുന്ന് വർക്ക് ചെയ്യുന്ന നെവിനാണെങ്കിൽ ഇതിന് മറുപടി കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവര് തമ്മിൽ ഇനി ഫൈറ്റ് ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി ഫൈറ്റ് ഒന്നും കാണൂല, ഇവര് നിർത്തി കാണും. എനിക്ക് പേഴ്സണലി എങ്ങനെ തോന്നുന്നു ഇനി നാളെ മാറി മറിയോന്ന് അറിഞ്ഞൂടാ. കാരണം ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവരാണ് പറഞ്ഞേക്കാം. ആൻഡ് ഇതിന് ശേഷം അനുമോൾ അവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് സാബുമാൻ പറയുന്നത് നെവിൻ അനുസരിക്കുന്നതല്ല പറഞ്ഞ് സാബുമാൻ ഒരു സാഡ് മോഡിൽ നിൽക്കുകയാണ്. ഞാനാണ് നിന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ നെവിൻ ചോദിക്കുമ്പോൾ സാബുമാൻ പറഞ്ഞ നീയാണ് പ്രശ്നം, കിച്ചൺ ക്യാപ്റ്റനെ എനിക്കൊരു വിലയും തരില്ലെന്ന് പറയുമ്പോൾ ഇനി നീ പറഞ്ഞിട്ട് മാത്രമേ കിച്ചണിൽ എന്തൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നെവിൻ ഒരു ഫൺ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സാബുമാൻ പറയുന്നുണ്ട് ഇനി എന്നെ ഒന്ന് കിച്ചൺ ക്യാപ്റ്റനിൽ നിന്ന് മാറ്റാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ മാറ്റാൻ എനിക്ക് കിച്ചൺ ക്യാപ്റ്റൻ പറയാൻ ഞാൻ ഒരു കാര്യം ചെയ്യില്ലെന്നൊക്കെ നെവിനോട് പറയുന്നുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ ബലൂൺ ടാസ്ക് വരുന്നത്. ബലൂൺ ടാസ്ക് എന്ന് പറയുമ്പോൾ ബലൂണ് കുത്തിപ്പൊട്ടിക്കുക, സ്വന്തം ബലൂണ് നോക്കിയിട്ട് ബലൂണ് കുത്തിപ്പൊട്ടിക്കുക, അതാണ് ടാസ്ക്. ഇവർക്ക് പ്രൈസ് ഒന്നും കൊടുത്തില്ലെന്ന് തോന്നുന്നു. ഷാനവാസാണ് ജയിച്ചത്. അപ്പൊ ആദ്യം തന്നെ ആദിലയും നൂറെ ഔട്ട് ആവുകയാണ്. ഇതിന് ശേഷം അനുവിന്റെ ബലൂൺ ഷാനവാസ് പൊട്ടിക്കുന്നുണ്ട്, നെവിന്റെ ബലൂണ് പൊട്ടുന്നു, അക്ബറും ഔട്ട് ആവുന്നു. അങ്ങനെ ഷാനവാസും അനീഷും ആവുന്നു, അനീഷും ഔട്ട് ആവുന്നു. അങ്ങനെ ആ ഗെയിം അവിടെ കഴിഞ്ഞു. അത് നല്ല രസമായിരുന്നു. ഇതിനിടയ്ക്ക് ആദിലയും നൂറയും കൂടെ അനുവിന്റെ ബലൂണ് പൊട്ടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അവർ ആ പഴയ ഗേൾസ് ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ അതുപോലെ പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആൻഡ് ഇതിനിടയ്ക്ക് കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് അനുവും ആദിലയും കൂടെ സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പഴയതുപോലെ അനുവിനെ ചുമ്മാ കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പഴയതുപോലെ. അനുമോള് മിണ്ടാതിരിക്കുകയാണ്. എൻ്റെ അനുമോള് നൂറയ്ക്ക് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആദിലേക്ക് ആദ്യമേ കൊടുത്ത് ആദില അത് കഴിച്ചു. അങ്ങനെ നൂറയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നൂറ അത് ആദ്യം കഴിക്കുന്നില്ല, പിന്നെ കഴിക്കുന്നു. നെവിൻ്റെ അടുത്ത് കഴിക്കുന്നറിയുമ്പം നൂറയും കഴിക്കുന്നുണ്ട്. ആൻഡ് അനു പറയുന്നുണ്ട് ഇതും മേ ബി നൂറ പിന്നീട് ആദിലോട് പറഞ്ഞു ഇതും മേ ബി അവളുടെ ഒരു കണ്ടന്റ് ആയിരിക്കാം. പിന്നെ പോവുകയാണെങ്കിൽ നെവിൻ ഇപ്രാവശ്യം പോവില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ അനുമോള് പോകുമെന്ന് അറിയില്ല. കാരണം അനുമോള് ഈ ആഴ്ച ഒന്നും ചെയ്തില്ല. ചെയ്തില്ലെന്ന് പറയില്ല. അനുമോള് മിണ്ടാതിരുന്ന് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. കാരണം മിണ്ടാതിരിക്കുന്നെങ്കിലും ഹൈലൈറ്റ് അനുമോള് തന്നെയായിരുന്നു, സ്ക്രീൻ സ്പേസ് അനുമോള് തന്നെയായിരുന്നു. ആൻഡ് ഇതിന് ശേഷം അവര് തമ്മിലുള്ള ടോക്ക്. എന്നിട്ട് ബലൂണിൽ ഇങ്ങനെ അനുമോള് ആദിലയും നൂറയും കൂടെ നൂറ ഇങ്ങനെ കീറിയ ബലൂണിൽ ഇങ്ങനെ ഒരുക്കി വെക്കുകയാണ്.
ആൻഡ് അനീഷ് ബലൂണി കൊണ്ടുവരുമ്പോൾ അനീഷിനെ ഒരുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇതിനുശേഷം ആദില അക്ബറും കൂടെ ആദിലയും നെവിനും കൂടെ കിച്ചണിൽ എന്തോ ചെയ്യുന്നു. അക്ബർ വരുന്നു. ഇതിനുശേഷം ആദില അക്ബറും കൂടെ ടോക്കാണ്. അത് അനുമോളെ പറ്റിയിട്ടുള്ള ടോക്കാണ്. അതിന് അക്ബറോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് പുറത്ത് അനുമോളുടെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ട് അനുമോളെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. ക്ലോസ് ഫ്രണ്ട്. എനിക്ക് അതുപോലെ തന്നെയാണ് അനുമോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അനുമോൾ ഒരുമാതിരി പൈപ്പിൻ ചോട്ടിൽ ആ ഒരു ടോക്ക്, സ്ത്രീകളുടെ ആ ഒരു ടോക്കാണ് എടുക്കുന്നത് എന്നൊക്കെയാണ് അക്ബർ അവിടെ പറയുന്നത്. ഇതുവരെ ആരോട് അപ്പോളജൈസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അപ്പാനിയോട് മാത്രമേ അപ്പോളജൈസ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ അക്ബർ അവിടെ പറയുന്നുണ്ട്. ഇവർ അനുവും പിന്നെ ഇടയ്ക്ക് ഷാനവാസിനെയും പറ്റിയിട്ടുള്ള ടോക്കാണ് ആദിലയും നമ്മുടെ അക്ബർ നടത്തുന്നത്. ഈ സമയത്ത് തന്നെ അനുമോളെ പറ്റി സംസാരിക്കുന്ന അനുമോള് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വാഷ്റൂമിലോട്ട് പോകുന്നുണ്ട്. ഇവിടെയാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാണിക്കാനായിട്ട് വലിയ ഫൈറ്റോ ഒന്നും ഇല്ലാതെ ഒരു നോർമൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഫൺ മൊമെന്റ്സ് ഒരുപാട്, ഫൺ എലമെന്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. കാരണം കാർ ടാസ്ക് എന്ന് പറയുന്ന ആ ഒരു മണി ടാസ്ക് എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരുന്നു, ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. പറയാതിരിക്കാൻ പറ്റൂല. അവർ നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചു. നോക്കാം ഇത് കണ്ടിന്യൂ ചെയ്യുമോ, ഇനി കാറ് മാച്ചിട്ട് പെട്ടി തന്നെ വെക്കുമോ, ആരെങ്കിലും എവിക്റ്റായി പോകുമോ, അടുത്ത എന്തായിരിക്കും ടാസ്കുകൾക്ക് കൊടുക്കാൻ പോകുന്നത്, ആരാണ് കൂടുതൽ എമൗണ്ട് ഇതിലൂടെ സ്കോർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മണി വീക്കിൽ ആരാണ് കൂടുതൽ എമൗണ്ട് സ്കോർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നാളെ ഫ്രൈഡേ ആണ്. നമുക്ക് ഫ്രൈഡേ എപ്പിസോഡായിട്ട് വരുമ്പോഴത്തേക്കും ടാറ്റ ആൻഡ് താങ്ക് യു.